regulated markets. The purpose of regulated market is to eliminate unhealthy market practices, to reduce marketing charges, and to ensure fair prices. All the states have now passed legislation for the establishment of regulated markets. In 1951, there were more than 200 regulated markets in India. And by the end of March 1998, over 7,060 agriculture markets in the country had been regulated. Regulated markets in the ലക്ഷ്യം എന്ന് പറയുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണന തലങ്ങളിലുള്ള അനാരോഗ്യകരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ തടയുകയും അനാവശ്യമായ മാർക്കറ്റ് ചാർജുകൾ കുറയ്ക്കുകയും അല്ലെങ്കിൽ ഒഴിവാക്കുകയും കർഷകർക്ക് ന്യായമായ വില ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ സ്റ്റേറ്റുകളും തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്. എല്ലായിടത്തും റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ഉണ്ട്. 1951 ഇന്ത്യയിലെ റെഗുലേറ്റഡ് മാർക്കറ്റ്സ് എണ്ണം 200 ആയിരുന്നെങ്കിൽ 98 അത് 7060 വർദ്ധിക്കുകയുണ്ടായി. The management of a regulated market is entrusted to a market committee which is set up by the government for a period of time. അപ്പോൾ ഈ റെഗുലേറ്റഡ് മാർക്കറ്റിനെ ആരാണ് മാനേജ് ചെയ്യുന്നത്? ഒരു മാർക്കറ്റ് കമ്മിറ്റിയാണ്. ഒരു നിശ്ചിത കാലഘട്ടത്തേക്ക് ഗവൺമെന്റ് നിയമിക്കുന്ന മാർക്കറ്റ് കമ്മിറ്റിയാണ് ഈ റെഗുലേറ്റഡ് മാർക്കറ്റ്സിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. The committee represents different interests like state governments, local institutions, traders, brokers, commission agents, and farmers, and thus can take care of almost all the viewpoints in making decisions. ഈ മാർക്കറ്റ് കമ്മിറ്റിയിൽ വിവിധ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ആളുകളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്നുണ്ട്. ഗവൺമെന്റ് പ്രതിനിധികളുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധിയുണ്ട്, വ്യാപാരികളുടെ പ്രതിനിധിയുണ്ട്, ബ്രോക്കർമാരുടെ പ്രതിനിധികളുണ്ട്, കമ്മീഷൻ ഏജന്റുകളുടെ പ്രതിനിധിയുണ്ട്, ഫാർമേഴ്സിന്റെ പ്രതിനിധിയുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം കാഴ്ചപ്പാടുകളെ സംയോജിപ്പിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് സാധിക്കും. The market committee of the regulated markets deals with the various activities connected with buying and selling of agricultural produce. കാർഷിക ഉൽപ്പന്നങ്ങളുടെ കൊടുക്കലും വാങ്ങലും, വിൽപ്പനയും വാങ്ങലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും മാർക്കറ്റ് കമ്മിറ്റി നിയന്ത്രിക്കുന്നുണ്ട്. The committee prevents market charges and commission rates. ഈ കമ്മിറ്റിയിലൂടെ അമിതമായ മാർക്കറ്റ് ചാർജും അമിതമായ റേറ്റുകളെയും തടയാൻ പറ്റും. It prevents unauthorized deductions and ensure correct weights and measures. അനാവശ്യമായിട്ടുള്ള തട്ടിക്കിഴിക്കലുകൾ, തെറ്റായ തൂക്കങ്ങൾ, അളവുകൾ ഇതൊക്കെ നിയന്ത്രിക്കാനും തടയാനും റെഗുലേറ്റഡ് മാർക്കറ്റ്സിലൂടെ കഴിയും. സ്റ്റോറേജ് ഫെസിലിറ്റീസ്, മാർക്കറ്റ് ഇൻഫർമേഷൻ and advice in improved agriculture practices are also extended to the farmers in the regulated markets. ഈ regulated marketsലെ farmersനെ സംബന്ധിച്ച് സ്റ്റോറേജ് ഫെസിലിറ്റി അവർക്ക് ലഭ്യമാക്കുന്നുണ്ട്, മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അവർക്ക് ലഭിക്കുന്നുണ്ട്, ആവശ്യമായ സ്ഥലങ്ങളിൽ കാർഷിക വിദഗ്ധരുടെ ഉപദേശങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. Thus, these regulated markets can be of great help in removing the ills of the present marketing system, in reducing the expenses involved in buying and selling, in saving
the farmers from the exploitation of the brokers and other intermediaries, and in ensuring a fair price for the produce to the farmers. അപ്പൊ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും, ഈ റെഗുലേറ്റഡ് മാർക്കറ്റ്സിലൂടെ ഇന്ന് അഗ്രികൾച്ചർ മാർക്കറ്റിംഗിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഒരു പരിധി വരെ പരിഹരിക്കാൻ സാധിക്കും. അനാവശ്യമായ ചെലവുകൾ കുറയ്ക്കാൻ പറ്റും, വാങ്ങൽ കൊടുക്കുള്ള ചെലവുകൾ കുറയ്ക്കാം, ഫാർമേഴ്സിനെ അമിതമായ ബ്രോക്കേഴ്സിനെയും കമ്മീഷൻ ഏജന്റിനെയും എക്സ്പ്ലോയിറ്റേഷനും സംരക്ഷിക്കാം, അനാവശ്യമായ മധ്യമർത്ഥികളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, ന്യായമായ വില ഉറപ്പുവരുത്താൻ സാധിക്കും. ഇങ്ങനെയുള്ള നിരവധിയായ നേട്ടങ്ങൾ ഇതിലൂടെ റെഗുലേറ്റഡ് മാർക്കറ്റ്സിലൂടെ നമുക്ക് ലഭ്യമാണ്. മറ്റൊന്ന് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ആണ്. Many of the defects of the agriculture marketing system can be removed by a good cooperative marketing society. A marketing society ensures better bargaining power. Marketing societies eliminate middlemen completely by establishing direct contact with the buyers and thereby help in bringing larger incomes to the growers. Marketing societies can build godowns and warehouses. It can save many illiterate cultivators from malpractices like false weighing, unreasonable market charges, etc. Marketing societies discourage adulteration and encourage the farmers to produce graded and standardized products. It also prevents the forced sale of crops immediately after the harvest. നമുക്കറിയാം, റെഗുലേറ്റഡ് മാർക്കറ്റ് പോലെ തന്നെ കർഷകർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പല തിന്മകളെയും, അഗ്രികൾച്ചർ മാർക്കറ്റിംഗിലുള്ള പല തിന്മകളെയും നമുക്ക് ഒഴിവാക്കാൻ ഈ കോഓപ്പറേറ്റീവ് മാർക്കറ്റ് സൊസൈറ്റിയോട് സാധിക്കും. കാരണം എന്താണ്, മാർക്കറ്റിംഗ് സൊസൈറ്റി സ്ഥാപിക്കുന്നതിലൂടെ നമുക്ക് കർഷകരെ സംബന്ധിച്ച് നല്ല ഒരു വിലപേശൽ ശേഷി അവർക്കുണ്ടാവും. മധ്യവർത്തികളെ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ വാങ്ങലുകാരൻ വിൽപ്പനക്കാരൻ നേരിട്ട് ഒരു കോണ്ടാക്ട് വരികയും അതിലൂടെ കർഷകരെ സംബന്ധിച്ച് കൂടുതൽ ഇൻകം അവർക്ക് ഏൺ ചെയ്യാനും സാധിക്കും. അതുപോലെ അവർക്ക് തന്നെ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് അവരുടേതായ ഉടമസ്ഥയിൽ ഗോഡൌണുകൾ ഉണ്ടാക്കാം, വെയർ ഹൗസുകൾ ഉണ്ടാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായി മാറി, അവർക്ക് കർഷകരെ സംബന്ധിച്ച് താല്പര്യമുള്ളവരെ സംബന്ധിച്ച് അവരുടെ ഉൽപ്പന്നങ്ങൾ ഗോഡൌണുകളിൽ വേറെ സൂക്ഷിച്ചു വയ്ക്കാം. വിളവെടുത്ത ഉടനെ വിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. പലപ്പോഴും നമ്മൾ നിഷ്ഠായ കർഷകരെ സംബന്ധിച്ച് പല തെറ്റായ തൂക്കത്തിലൂടെയും തെറ്റായ അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ടുള്ള മാർക്കറ്റ് ചാർജിലൂടെയും അവരെ ചൂഷണം ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മായം ചേർക്കൽ സാധാരണ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് പരമാവധി ഒഴിവാക്കുന്നുണ്ട്, അത് നിരുത്സാഹപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഫാർമേഴ്സിനെ കൂടുതൽ ഗ്രേഡഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കും. അതൊരു ഉയർന്ന മൂല്യം വില നേടുവാനും അവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ നല്ല വില ലഭിക്കുന്നതിന് കർഷകർക്ക് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ സാധ്യമാണ്. മറ്റൊന്ന് അഗ്രികൾച്ചറൽ പ്രൈസ് പോളിസി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കാർഷിക വില നയം എന്താണെന്ന് നോക്കാം. The initial price policy at the dawn of independence was based on plethora of controls exercised during the Second World War. നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ നമ്മുടെ കാർഷിക മേഖല എടുത്താൽ നിരവധി നിയന്ത്രണങ്ങളാൽ മുഖരിതമായിരുന്നു നമ്മുടെ കാർഷിക മേഖല. പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധം മുതൽ കൊണ്ടുവന്ന കുറെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. It included rigid controls on movement of crops from one state to other. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുവന്നതിനുള്ള നിയന്ത്രണങ്ങൾ, procurement of food grains through compulsory levy on producers and millers. നിർബന്ധമായും പ്രൊഡ്യൂസേഴ്സ് മില്ലേഴ്സിൽ നിന്നാണ് ഫുഡ് ഗ്രെയിൻസ് ശേഖരിക്കുക. ഓപ്പൺ മാർക്കറ്റ് പർച്ചേസസ്, പൊതുമാർക്കറ്റിൽ നിന്ന് വാങ്ങുക. അതുപോലെ റേഷനിങ്, ഇങ്ങനെയുള്ള നിരവധിയായ സംഗതികൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാം. The government of India experimented with the state trading in food grains
in April 1959. 1959 നമ്മളിവിടെ സ്റ്റേറ്റ് ഫുഡ് ഗ്രെയിൻസ് സ്റ്റേറ്റ് ട്രേഡിംഗ് കൊണ്ടുവരപ്പെട്ടു. According to this scheme, state trading was to be confined to two main commodities, wheat and rice. ഈ സിസ്റ്റത്തില് ഗോതമ്പും റൈസുമാണ് സ്റ്റേറ്റ് ട്രേഡിംഗ് കൊണ്ടുവന്നത്. But this system, this scheme ran into many difficulties. ഇതിന് പക്ഷെ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയും. So policy changes of government. ഗവൺമെന്റ് നയത്തിലുണ്ടായ മാറ്റങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഒന്ന്, ഓർഗനൈസേഷൻ ഓഫ് ഫുഡ് സോൺസ്. To introduce an element of stability in agricultural prices, food zones were organized in 1964. Each state was made a separate zone. Movement of food grains within a zone was free, but the restrictions were imposed on movements from zone to other. അപ്പോൾ ഇവിടെ എന്താണ് ഫുഡ് സോൺസ് ഉണ്ടാക്കിയതാണ് ഒരു മാറ്റം. 1964 ഫുഡ് സോണുകൾ രൂപീകരിക്കപ്പെട്ടു. ഓരോ സ്റ്റേറ്റും ഓരോ ഫുഡ് സോണിലായി. ഓരോ സോണിനുള്ളിൽ ഫുഡ് ഗ്രെയിൻസ് കൊണ്ടുപോകുന്നതിന് യാതൊരു തടസ്സങ്ങളുമില്ല. പക്ഷെ ഒരു സോണിൽ നിന്ന് മറ്റൊരു സോണിലേക്ക് കൊണ്ടുപോകാൻ കുറെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടാമത്തത്, ഫിക്സേഷൻ ഓഫ് മിനിമം സപ്പോർട്ട് പ്രൈസ് ആൻഡ് പ്രൊക്യൂർമെന്റ് പ്രൈസസ് ബൈ ദി ഗവൺമെന്റ്. ഓരോ കാർഷിക ഉൽപ്പന്നങ്ങളും ഗവൺമെന്റ് മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിക്കുകയും അതുപോലെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിർണ്ണയിക്കുകയും ചെയ്തിട്ടുണ്ട്. The Agricultural Price Commission was set up in January 1965. 1965 ജനുവരിയിൽ അഗ്രികൾച്ചർ പ്രൈസ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടു. After this, the commission has been announcing the MSP procurement prices and issue prices for a number of agricultural commodities. അതിനുശേഷം ഈ കമ്മീഷന്റെ നേതൃത്വത്തിൽ പല ഉൽപ്പന്നങ്ങളുടെയും MSP പ്രൈസും അതുപോലെ ഇഷ്യൂ പ്രൈസും പ്രഖ്യാപിക്കുകയുണ്ടായി. മറ്റൊന്ന്, റേഷനിങ് ആൻഡ് സെയിൽ ത്രൂ ഫെയർ പ്രൈസ് ഷോപ്സ്. എന്താണ്, നിരവധി റേഷൻ കടകൾ വരികയും ആ റേഷൻ കടകളിലൂടെ സാധനങ്ങൾ വിൽക്കുന്ന ന്യായവിലയ്ക്ക് സാധനം എടുക്കുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതർ സ്റ്റെപ്സ് എന്ന് പറയുന്നത്, the government initiated a number of other steps to ensure favorable returns to the consumers. ഉപഭോക്താക്കളെ സംബന്ധിച്ച് അനുയോജ്യമായിട്ടുള്ള നിരവധിയായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചു. These included building up of buffer stocks, state trading, procurement from wholesalers, import of food grains, etc. അപ്പോൾ ഇതിൽ ഉൾപ്പെടുന്നതൊക്കെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ബഫർ സ്റ്റോക്ക്, വലിയ സ്റ്റോക്ക് ശേഖരിക്കുന്നുണ്ട്, സ്റ്റേറ്റ് ട്രേഡിംഗ് ഏർപ്പെടുത്തി, ഹോൾസെയിലേഴ്സിന് എന്താണ് അവിടുന്ന് ധാന്യങ്ങൾ ശേഖരിക്കുക, അതുപോലെ ഭക്ഷ്യധാന്യങ്ങൾ ആവശ്യമെങ്കിൽ പുറത്ത് ഇമ്പോർട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള നിരവധിയായ നടപടികൾ ഗവൺമെന്റുകൾ സ്വീകരിച്ചു.